ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10th ലെവൽ ബേസ് PYQ ആണ് നോക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഗദ്ദ പാർട്ടി ലാല ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ഗദ്ദ പാർട്ടി ലാല ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ രണ്ട് പ്രസ്താവന അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എയും സിയുമാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. അപ്പം ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രം എന്ന് പറയുന്ന ന്യൂ ഇന്ത്യയും നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റേത് നാഷണൽ ഹെറാൾഡും ആനി ബസന്റിൻ്റെ പത്രം ന്യൂ ഇന്ത്യയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചത്. തെറ്റായിട്ടുള്ള ബിയും സിയുമാണ്. ശരിയായിട്ടുള്ള എയും ഡിയും ആണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എവിടെ ജനിച്ചതാണ്? മക്കയിലാണ് ജനിച്ചത്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അപ്പം മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് ചോദിച്ചത്. ആദ്യം വരുന്നത് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിക്ക് നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ഇവരാരുമല്ല. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് വെച്ചാൽ സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഡി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന എ, ബി, സി എന്നിവയാണ്. ഡി ശരിയാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എയും സിയുമാണ്. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കിട്ടരമണി ആണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏറ്റത് ജ്ഞാനേഷ് കുമാർ ആണ്. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ബഹുമതികളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? US ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ, സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ്? യൂണിയൻ, സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഏത് പട്ടികയിലാണ്? 7ാം പട്ടിക. കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്തായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവയാണ് സിന്ധു,
ഇന്ത്യയുടെ മാനകരേഖാംശം 82.30 82.30 ആണ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹാബാദ് മുതൽ നൈനി വരെ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പറവൂർ ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ പറവൂർ ആണ്. താഴെ പറയുന്ന ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഒന്ന് മാത്രമാണ്. മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട് ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്നവ ചീയപ്പാറ, തൊന്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ. താഴെ പറയുന്ന 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികളാണ് ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ എന്ന് പറയുന്നത് എ കെ ആന്റണിയും വി കെ കൃഷ്ണമേനോനും ആണ്. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നിലമ്പൂർ, ഗൂഡല്ലൂർ ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നതിൽ നിന്ന് ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായവ. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി എ കെ ബാലസുബ്രഹ്മണ്യൻ ആണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതിയതായി നിയമിക്കപ്പെട്ട മലയാളി. പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് 1998 മെയ് 17. കടൽത്തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിലെ പ്രസ്താവനകളിൽ ശരിയായത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയ സത്യാഗ്രഹം നടന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ചേരുംപടി ചേർക്കാനും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കെ യോഹന്നാൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം കെ പി കറുപ്പൻ. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ ജി ശങ്കരപ്പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ദലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിൽ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വിയ്യപുരം. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. താഴെ കൊടുത്തിരിക്കുന്നവ ധമനിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ബി ആണ്. ശരിയായിട്ടുള്ളത് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നതാണ് ധമനി. ഇലാസ്തികതയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥിക ശുഷ്കമാകുന്ന എറിക്കസ് എന്ന രോഗത്തിന് കാരണമാകുന്ന? വിറ്റാമിൻ ഡി. താഴെ കൊടുത്തിരിക്കുന്ന നെല്ലിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഗിരിജയാണ്. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ, ജയ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കസൻ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം നിശബ്ദ വസന്ത. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ഖാദർ വാലി.
കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ബ്രസീൽ. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ശൂന്യത. കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഉയർന്ന കലോറി മൂലമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസിയുടെ സംയുക്ത ദൗത്യമാണ് NICR, നാസ ആൻഡ് ISRO? ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് അനോഫിലസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ചിക്കൻ ബോക്സ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗം പക്ഷാഘാതം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. സർക്കാർ ആശുപത്രിയെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ആർദ്ര മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് അമിതമായി ഉപ്പ് കഴിക്കുക അടിസ്ഥാന ശീലങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിന് പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ കേരളത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്ന ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൈലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസ്പ്രഷ് TR മരുന്ന്. ഓക്കെ ഫ്രണ്ട്സ്.